Hi friends, welcome to my channel. ഇതെൻ്റെ വോയിസ് ഓവർ ചെയ്യുന്ന ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ബ്രോക്കലി വൻപയർ തോരനാണ്. ബ്രോക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സൂപ്പർ ഫുഡാണ്. ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. കാരണം ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കാനും ക്യാൻസർ സെൽസിനെ പ്രതിരോധിക്കാനും ബ്ലഡ് ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു വെജിറ്റബിളാണ്. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സാണ്. ഇതിൽ ധാരാളം പ്രാണികളും അഴുക്കും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് നന്നായി തിളപ്പിച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അടച്ചു വയ്ക്കുക. എന്നിട്ട് ടാപ്പ് വാട്ടറിൽ കഴുകിയെടുക്കുക. എന്നിട്ട് ആവശ്യാനുസരണം കുക്കിങ്ങിനായി യൂസ് ചെയ്യാം. നമ്മുടെ റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം നമ്മളൊരു പ്രഷർ കുക്കർ അടുപ്പിലേക്ക് വയ്ക്കുക. അതിലേക്ക് 1/4 കപ്പ് തലേന്ന് സോക്ക് ചെയ്ത് വെച്ച വൻപയർ ഇടുക. 1 കപ്പ് വെള്ളവും ചേർത്ത് പ്രഷർ കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ കേൾക്കുന്നിടം വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. വൻപയർ തലേന്ന് വെള്ളത്തിലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നന്നായി തിളച്ച വെള്ളത്തിൽ വൻപയറിട്ട് ഒരു അരമണിക്കൂർ അടച്ചു വയ്ക്കുക. എന്നിട്ട് അതും നമുക്ക് കുക്കിങ്ങിനായി യൂസ് ചെയ്യാം. അങ്ങനെ പ്രഷറൊക്കെ പോയി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ട് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യുക. ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വെക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ 2 കപ്പ് ചെറുതായി അരിഞ്ഞ ബ്രോക്കലി അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് വെക്കുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ബ്രോക്കലി ഒരുപാട് കുക്ക് ചെയ്യരുത്. ബ്രോക്കലി കുക്ക് ചെയ്താൽ അതിലെ എല്ലാ ഗുണങ്ങളും പോവും. എന്നിട്ട് കുക്ക് ചെയ്ത് വെച്ച വൻപയർ അതിലേക്ക് ചേർത്ത് വീണ്ടും ഒരു 2 മിനിറ്റ് ഇളക്കുക. ഇളക്കി നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കൂട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു 3/4 കപ്പ് തേങ്ങയും 2 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് ഒന്ന് കറക്കിയെടുക്കുക. അങ്ങനെ ഒന്ന് കറക്കിയെടുത്ത കൂട്ട് ഈ ബ്രോക്കോളി വൻപയർ കൂട്ടിലേക്ക് ചേർക്കുക. എന്നിട്ട് അത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കുക. എന്നിട്ട് മൂടി തുറന്നതിന് ശേഷം അത് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.